ribellarci insieme. ജൂൺ 19 ഇറ്റലിയിൽ നടന്ന ഇന്ത്യൻ കർഷക തൊഴിലാളിയുടെ മരണം എങ്ങനെയാണ് കേവലം ഒരു തൊഴിൽപരമായ അപകടം മാത്രമല്ലാതാകുന്നത്? വൈക്കോൽ വെട്ടുന്ന യന്ത്രം കൊണ്ട് കൈ അറ്റുപോയ 31 വയസ്സുള്ള സത്നാം സിംഗിന്റെ കൈ ഫ്രൂട്ട് ബോക്സിനുള്ളിൽ വെച്ചാണ് അയാളുടെ മേലധികാരികൾ റോഡിൽ ഉപേക്ഷിച്ചത്. തീർത്തും മനുഷ്യത്വരഹിതവും ക്രൂരവുമായ ഈ പ്രവൃത്തിക്ക് ഉത്തരവാദി യാതൊരു നിയമപരമായ രേഖകളുമില്ലാതെ നാട്ടിൽ നിന്ന് ഇവരെ കയറ്റിവിടുന്ന ഏജന്റ് മുതൽ ഇറ്റലിയിലെ ഭരണസിരാ കേന്ദ്രങ്ങൾ വരെയാണ്. ഇറ്റലിയിൽ കൃഷിപ്പണിക്കും ഹോം കെയർ ജോലിക്കും മതിയായ രേഖകളില്ലാതെ കയറിപ്പോകുന്നവരിൽ ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി പേരുണ്ട്. അവരിൽ മലയാളികളുമുണ്ടെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. മികച്ച ഭാവി ഉണ്ടാകുമെന്ന് കരുതി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ചുള്ള ഈ പോരാട്ടത്തിൽ പക്ഷേ സത്നാം സിംഗ് പരാജയപ്പെട്ടു. അദ്ദേഹം ജോലി ചെയ്തിരുന്ന മധ്യ ഇറ്റലിയിലെ ലാറ്റിനയ്ക്ക് സമീപമുള്ള ഫാമിൽ നിന്നും ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സ കിട്ടാതെ ഒടുവിൽ റോമിലെ സാൻ കാമിലോ ആശുപത്രിയിൽ സത്നാം സിംഗിന്റെ മരണം സ്ഥിരീകരിച്ചു. പക്ഷേ ഇദ്ദേഹം നേരിട്ട തൊഴിൽ ചൂഷണത്തിന് ഭയാനകമായ നിരവധി വശങ്ങളുണ്ട്. ഇന്ത്യക്കാരനായ സത്നാം സിംഗ് ജൂൺ 17 തിങ്കളാഴ്ച ലാറ്റിനയിലുള്ള ഒരു ഫാമിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് വൈക്കോൽ മുറിക്കുന്ന സ്ലൈഡിംഗ് മെഷീനിൽ അബദ്ധത്തിൽ കുടുങ്ങി കൈ അറ്റുപോകുന്നത്. പക്ഷേ ഇയാളുടെ മേലധികാരികൾ സഹായത്തിനായി വിളിക്കാൻ തുനിഞ്ഞവരെ തടഞ്ഞുവെന്ന് പേർല ഡെമോക്രാസിയ പോപ്പുലാരോ എന്ന ഇറ്റാലിയൻ സൈറ്റ് പറയുന്നു. പകരം അവർ സത്നാം സിംഗിനെ ഒരു വാനിൽ കയറ്റി അയാളുടെ അറ്റുപോയ കൈ ഒരു ഫ്രൂട്ട് ബോക്സിനുള്ളിൽ വെച്ച് ഹോസ്പിറ്റലിൽ പോലും എത്തിക്കാതെ വീടിന് സമീപമുള്ള റോഡിൽ ഉപേക്ഷിച്ചു. അമിത രക്തസ്രാവം മൂലം 36 മണിക്കൂറിന് ശേഷമാണ് സത്നാം സിംഗ് മരിക്കുന്നത്. ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന ലാറ്റിന ഒരു വിദൂര പ്രദേശമല്ല. ഭരണകേന്ദ്രം പ്രവർത്തിക്കുന്ന റോമിന്റെ മധ്യഭാഗത്ത് നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയാണിത്. വയലുകളിൽ തുറന്ന ആകാശത്തിന് കീഴിൽ ആർക്കും വ്യക്തമായി കാണാവുന്ന രീതിയിൽ ഒരു കരാറിന്റെ കണിക പോലുമില്ലാതെ നിരവധി പേർ ഇവിടങ്ങളിൽ ജോലിയെടുക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ ലേബർ ഇൻസ്പെക്ടർമാരുണ്ടായിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. എന്നാൽ കുടിയേറ്റക്കാരെയും ഇറ്റാലിയൻ തൊഴിലാളികളെയും ചൂഷണം ചെയ്യുന്ന ഗ്യാങ് മാസ്റ്റർമാർക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ ഇവരെല്ലാം പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. പേർല ഡെമോക്രാസിയ പോപ്പുലാരോ എന്ന ഇറ്റാലിയൻ സൈറ്റ് പറയുന്നത് പ്രകാരം ഭാരിച്ച ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാൻ സത്നാം സിംഗ് നിർബന്ധിതനായി. മണിക്കൂറിന് 4 യൂറോ പ്രതിഫലം നൽകി. കരാറില്ലാതെയായിരുന്നു ഈ ജോലി. എന്നാൽ യൂറോപ്പേതര കർഷക തൊഴിലാളികളിൽ ഭൂരിഭാഗം പേരുടെയും സ്ഥിതിയും ഇത് തന്നെയാണ്. INPS ഡാറ്റയിലും തുടർന്നുള്ള ഇസാറ്റ് കണക്കുകളിലും ഈ സംഖ്യ ഏകദേശം 12 ലക്ഷമായിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. വാസ്തവത്തിൽ കാർഷിക സംരംഭങ്ങൾ തന്നെ ത്രൈമാസത്തിൽ നൽകുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ എസ്റ്റിമേറ്റുകൾ വന്നിരിക്കുന്നത്. അതിനാൽ എണ്ണം ഇനിയും കൂടാനേ വഴിയുള്ളൂ. 2,30,000 നിയമവിരുദ്ധ തൊഴിലാളികൾ ഇറ്റലിയിലെ വയലുകളിൽ പണിയെടുക്കുന്നുണ്ട്. ഇവരിൽ 55,000 പേരും സ്ത്രീകളാണ്. ഇത് മൊത്തം കാർഷിക തൊഴിലാളികളുടെ ഏകദേശം 4/1 വരും. ഒരു വ്യാവസായിക തൊഴിലാളിയുടെ ശരാശരി വേതനത്തെക്കാൾ വളരെ കുറഞ്ഞ വേതനത്തിനാണ് ഇവർ ജോലി ചെയ്യുന്നത്. പലപ്പോഴും 50% മുതൽ 60% വരെ പ്രതിഫലത്തിൽ കുറവുണ്ടാകും. ഒരു ദിവസം 12 മുതൽ 14 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാൻ ഇവർ നിർബന്ധിതരാകുന്നു. സാധാരണ പുലർച്ചെ നഗരത്തിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഇവർ ഒത്തുകൂടുന്നു. ദിവസക്കൂലിക്കാരായ ഇവരെ കരാറോ മതിയായ സുരക്ഷാ നടപടികളോ ഇല്ലാതെ വയലുകളിലേക്ക് പണിക്കെടുക്കുന്നു എന്നാണ് ദി വയർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടുന്ന വിളവെടുപ്പിന്റെ ഫലത്തിൽ നിന്നും ഒരു ബോക്സിന് 1 യൂറോ എന്ന നിരക്കിലാണ് തൊഴിലാളികൾക്ക് നൽകുന്നത്. അതിനാൽ 13 മണിക്കൂർ ജോലിക്ക് ഏകദേശം 30 യൂറോ കിട്ടും. ചൂടോ തണുപ്പോ എന്ന വ്യത്യാസമില്ലാതെ വെള്ളവും ഭക്ഷണവും ഇടവേളകളും മാറ്റിവെക്കുന്ന ഈ ആധുനിക രീതിയിലുള്ള അടിമത്തത്തിന്റെ ഇരയാണ് ഇപ്പോൾ മരണപ്പെട്ട സത്നാം സിംഗ്. എന്നാൽ രേഖകളില്ലാതെ തൊഴിലെടുക്കുന്നതും നിയമവിരുദ്ധ ചൂഷണങ്ങൾ നടത്തുന്നതും നിയമ സംവിധാനങ്ങൾ അറിയാതെയാകുമോ? പക്ഷെ ആധുനിക കാലഘട്ടത്തിലെ ഈ അടിമകൾ മരിക്കുമ്പോൾ മാത്രമേ ഇതെല്ലാം വാർത്തയാകൂ എന്ന് മാത്രം. Dobbiamo ribellarci insieme.